ഇത് ഷാഫിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ഇതിനു മുമ്പേയും ഇങ്ങനെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഷാഫിയെ വടകരയിൽ UDFന്റെ സ്ഥാനാർത്ഥിയാക്കിയ ഘട്ടത്തിലാണ് കാഫിർ പ്രയോഗവുമായി ബന്ധപ്പെട്ട് വരുന്നത്. അതിനുശേഷം അദ്ദേഹം ജയിച്ചു. പേരാമ്പ്രയിൽ ഒരു മാസക്കാലം മുമ്പ് അദ്ദേഹം സഞ്ചരിക്കുന്ന വാഹനം തടഞ്ഞ അദ്ദേഹത്തെ ആക്രമിക്കുവാൻ DYFI നേതൃത്വം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട CPMന്റെ ജില്ലാ സെക്രട്ടറി, പാലക്കാട് ജില്ലാ സെക്രട്ടറി അദ്ദേഹത്തിനെതിരെ അസംബന്ധം പറയുന്ന സാഹചര്യമുണ്ടായി. അന്നേരം ഇത് ബോധപൂർവം ചില കോണുകളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. 2 ദിവസം മുമ്പ് പേരാമ്പ്രയിൽ ഉണ്ടായ സംഘർഷമെന്ന് പറയുന്നത് കേരളത്തിലെ ഗവൺമെന്റ് എപ്പോഴൊക്കെയാണോ പ്രതിസന്ധിയിൽപ്പെടുന്നത് അപ്പോഴൊക്കെ കേരള പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെന്റിന് സംരക്ഷണം ഒരുക്കുന്ന സാഹചര്യം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലെ ഈ ഗവൺമെന്റ് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രിയും ഗവൺമെന്റും ജനത്തിന് മുന്നിൽ അപഹാസ്യരായി നിൽക്കുകയാണ്. ആ ഘട്ടത്തിൽ കേരള പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ വളരെ ഉത്തരവാദിത്വത്തോടുകൂടി പറയുന്നു, CPMനകത്തെ പോലീസിനകത്തെ CPM ഫ്രാക്ഷനിൽപ്പെട്ട SP ആയിട്ടുള്ള ആളാണ് ഇതിന് നേതൃത്വം നൽകിയിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഇതുമായി ബന്ധമുണ്ട് എന്ന് വളരെ ഉത്തരവാദിത്തോടുകൂടി പറയാം. കാരണം അത്രയും വലിയ സംഘർഷം ഉണ്ടായിട്ട് പറയുകയാണ് അങ്ങനെ ഒരു ലാത്തി ചാർജ് നടന്നിട്ടില്ല എന്ന് ഒരു ബോധവുമില്ലാതെ യാതൊരു ധാരണയുമില്ലാതെ പറയുന്നു. എപ്പോഴാണ് ലാത്തി ചാർജ് ഉണ്ടാകേണ്ടത്, എങ്ങനെയാണ് ലാത്തി ചാർജ് നടത്തേണ്ടതെന്ന് പോലീസ് മാനുവലുണ്ട്. അത്തരത്തിലൊരു സാഹചര്യവും നിലനിൽക്കാത്തപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ SP പറയുകയാണ് അങ്ങനെ ലാത്തി ചാർജ് ഉണ്ടായിട്ടില്ലെന്ന്. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട് വിഷ്വലുകൾ. ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന പാർലമെന്റ് അംഗമായിട്ടുള്ള അദ്ദേഹത്തിനെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ ഇതിനോടകം പുറത്തു വന്നു. അങ്ങനെയുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നതിന്റെ സാഹചര്യത്തിലാണ് SPക്ക് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നത്. ഗവൺമെന്റ് എപ്പോഴൊക്കെ പ്രതിസന്ധി ഉണ്ടാകുന്നു എന്ന് പറഞ്ഞ് ഇപ്പൊ ശബരിമല വിഷയം മാത്രമല്ല, കേരളത്തിന്റെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ബിന്ദു എന്ന് പേരുള്ള ഒരു സ്ത്രീ മരണപ്പെടുന്നു, കെട്ടിടം തകർന്ന്. കേരളത്തിന്റെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് കേരളീയ സമൂഹം വലിയ ചർച്ച നടക്കുന്ന ഘട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഗോവിന്ദസ്വാമിയുമായി ബന്ധപ്പെട്ട് ജയിൽ ചാട്ടം ഉണ്ടാകുന്നത്. ഞങ്ങൾ ആരോപിക്കുകയാണ്, അതൊക്കെ വളരെ ഗൂഢാലോചനയുണ്ട്. അതിനു മുമ്പോ മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണുമായി ബന്ധപ്പെട്ട് പുതിയ വിവാദം വരുന്നു. 2023 EDയുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യുവാൻ പേപ്പർ കിട്ടുന്നത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ആ സംഭവം 2023 ഒക്ടോബർ തൃശ്ശൂരിലെ ഇലക്ഷൻ, സുരേഷ് ഗോപിയുടെ വിജയം, ഇതൊക്കെ കൂട്ടി വായിക്കണം. തൃശ്ശൂർ പൂരം കലക്കിയതും പോലീസിലെ ഉന്നതരായ ഉദ്യോഗസ്ഥരാണെന്ന് ഇതിനോടകം കേരളീയ സമൂഹം ചർച്ച ചെയ്തു. അതുകൊണ്ട് ഗവൺമെന്റ് എപ്പോഴൊക്കെ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അപ്പോഴൊക്കെ കേരളത്തിന്റെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും ഗവൺമെന്റിനും സംരക്ഷണ കവചം ഒരുക്കുന്നത് ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട്. ഒരു തർക്കവുമില്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഷാഫിയെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ പങ്കുണ്ട്. ആ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് കേരളത്തിലെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ആവശ്യപ്പെടുകയാണ്. അത് അന്വേഷിക്കാത്ത പക്ഷം കേരളത്തിന്റെ തെരുവോരങ്ങളിൽ ഇന്നലെയും മിനിഞ്ഞാന്ന് കണ്ടു എങ്ങനെയാണ് സമരം നടത്തുന്നത് എന്നുള്ളതിനെ കുറിച്ച് CPM കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് ഒരു തർക്കവുമില്ല, ഇതിൽ നിന്ന് ഒരു ഇഞ്ച് ഞങ്ങൾ പിന്നോട്ടില്ല, അതിനൊന്നും ഒരു മാറ്റവുമില്ല. അതിശക്തമായ പ്രക്ഷോഭങ്ങളുമായി കേരളത്തിന്റെ തെരുവോരങ്ങളിൽ യൂത്ത് കോൺഗ്രസും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ ഉണ്ടാകും. അല്ല, SP അത് അദ്ദേഹം ആദ്യം പറഞ്ഞ എന്താ, അങ്ങനെ ഒരു സംഘർഷം ഉണ്ടായിട്ടില്ലെന്നല്ലേ അദ്ദേഹം പറഞ്ഞത്. സംഘർഷം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ട്, അല്ലെങ്കിൽ അവിടെ സംഘർഷം ഉണ്ടായെന്ന് അറിഞ്ഞു വെച്ചിട്ടും പ്രാദേശിക ലോക്കൽ ചാനലുകളിൽ നിന്ന് വിഷ്വൽ കിട്ടുന്നവരെ അദ്ദേഹം അങ്ങനെ ഒരു സംഘർഷമേ നടന്നിട്ടില്ല എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു സംഘർഷം ഉണ്ടായില്ലെന്ന് പറയുവാൻ ആരാണ് അദ്ദേഹത്തിന് ബലം നൽകിയത്? അന്നേരം അദ്ദേഹത്തിനെ സംരക്ഷിക്കുവാൻ ജനപ്രതിനിധിയായിട്ടുള്ള ഒരു പഞ്ചായത്ത് അംഗത്തെ പോലും ആക്രമിക്കുമ്പോൾ ഈ ജനാധിപത്യ രാജ്യത്തിൽ വലിയ നിയമ സംവിധാനങ്ങളുണ്ട്. അങ്ങനെ ഇന്ത്യൻ പാർലമെന്റിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരാളെ ആക്രമിക്കുമ്പോൾ എവിടുന്നൊക്കെയോ പോലീസിന് SP-ക്ക് പിന്തുണ, സംരക്ഷണം ഒരുക്കുമെന്നുള്ള ബലത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം കളവ് പറയാൻ തീരുമാനിച്ചത്. ആ കള്ളം പൊളിഞ്ഞു പോയപ്പോഴാണ് അദ്ദേഹത്തിന് അത് മാറ്റി പറയേണ്ടി വന്നത്. ഞങ്ങൾ പറയുന്നത് SP-യെ മാറ്റി നിർത്തി, SP ഇതിൽ കുറ്റക്കാരാണ്, SP-യെ മാറ്റി നിർത്തി തന്നെ ഗവൺമെന്റ് ഇതിന് അന്വേഷണം പ്രഖ്യാപിക്കണം. കുറ്റക്കാരായിട്ടുള്ള പോലീസുകാരെ ഉൾപ്പെടെ സർവീസിൽ നിന്ന് തന്നെ മാറ്റി നിർത്തേണ്ട സാഹചര്യം ഉണ്ടാകണം.